ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ആനന്ദവല്ലിയമ്മയെ കാത്തു നിൽക്കുകയായിരുന്നു. അടുത്ത വ്യാഴാഴ്ചയാണ് ജഗന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. ആയിക്കോട്ടെ. ജാമ്യം കിട്ടുമെന്ന് വക്കീൽ ഉറപ്പു പറഞ്ഞ കേസല്ലേ? അത് ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തന്റെ വാദം കൊണ്ടല്ല, എന്റെ പ്രാർത്ഥന കൊണ്ട്. ഈ വക്കീലിനെ വിശ്വസിക്കാം. വക്കീൽ ഏറ്റെടുത്ത ഒരു കേസും തോറ്റ ചരിത്രമില്ല. അതവിടെ നിൽക്കട്ടെ. ജഗൻ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടനെ എനിക്ക് മറ്റൊരു കേസ് കൈകാര്യം ചെയ്യണം. അതിന് എനിക്ക് വക്കീലിന്റെ സഹായം വേണം. അതേത് കേസാണ് അപ്പച്ചി? ഒന്ന് മിണ്ടാതിരിക്കട അവിടെ. ഓ, വക്കീലെ, ഒരു ബന്ധം അവസാനിപ്പിക്കൽ കേസാ. ബന്ധം അവസാനിപ്പിക്കാൻ കേസോ? ചേച്ചി ആരുടെ കാര്യമായി പറയുന്നേ? ജഗനും വന്ദനയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കണം. ഇതൊക്കെ അപ്പച്ചിയുടെ ആഗ്രഹമല്ലേ? വല്ലതും നടക്കോ? ജിതേന്ദ്ര, വായടക്കടാ. ആ കേട്ടോ വക്കീലെ, ഈ വന്ദന ബോധം കെട്ട് കിടന്നപ്പോ ജഗൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ് പോലും. കാശിന് പോക്കില്ലാതെ അഴിഞ്ഞാടി നടക്കുന്ന ആ ജാതകദോഷക്കാരിയുടെ കാര്യത്തിൽ അതും അതിനപ്പുറവും സംഭവിക്കും. അവൾ ഇവിടെ കാലു കുത്തിയതിന് ശേഷേ ഇവിടെ അനർത്ഥങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നിരപരാധിയായ ജഗനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യിച്ചതും ആ രാക്ഷസിയായ വന്ദനയാ. ദേ, ഒന്ന് നിർത്തുന്നുണ്ടോ? നാക്കിന് എല്ലില്ലെന്ന് വിചാരിച്ച് എന്ത് തോന്നിയവാസം വിളിച്ചു പറയരുത്. ജഗൻ സ്വന്തം മനസ്സാലെ കുറ്റം സമ്മതിച്ചതാ. ആരുടെയും പ്രേരണയോ ഭീഷണിയോ ഒന്നും അതിന്റെ പിന്നിലില്ല. നിരപരാധിയായി വന്ദനയെ പഴിചാരുന്നത് നാത്തൂന് അവളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാ. നിർത്തടി. നീ എങ്ങനെ വെള്ള പൂശിയാലൊന്നും പെട്ടെന്ന് വെളുക്കുന്ന പൂർവ്വചരിത്രമൊന്നും അല്ല അവളുടേത്. രാജീവിന്റെ കുടുംബം തൊലച്ചവള് ഇപ്പൊ കുറുപ്പിന്റെ കുടുംബവും കുളം തോണ്ടാൻ വന്നിരിക്കുന്നു. സമ്മതിക്കില്ല ഞാൻ. വക്കീലെ, ഉടനെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കണം. ആനന്ദവല്ലിയമ്മേ, ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഇതിന് വിധി പറയേണ്ട ശക്തനായ ജഡ്ജി കുറുപ്പ് സാറാണ്. ആനന്ദവല്ലിയമ്മയുടെ ആവശ്യം ഈ ബെഞ്ചിൽ അങ്ങ് സമർപ്പിച്ചാൽ മതി. എങ്കിലും വക്കീലിൽ നിന്ന് സമയം കളയണ്ട. വിട്ടോ 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 വിട്ടോ. ശരി വക്കീലെ, താങ്ക്സ് ഉണ്ട് കേട്ടാ. ശരി 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 ശരി. ദേ, വക്കീല് പറഞ്ഞത് കേട്ടില്ലേ? മകനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അവന് ജാമ്യത്തിന് വേണ്ടി ഓടി നടക്കുന്നത്. ജാമ്യം കിട്ടി ഇറങ്ങിയ അവന് മനസമാധാനം കൂടി ഉണ്ടാക്കി കൊടുക്കണം. അതിന് ശക്തനായ ജഡ്ജിയായ മാത്രം പോരാ, സൗമ്യനായ ഒരു അച്ഛനും കൂടി ആവണം. അപമാനം, അഹമ്മതി, ഇങ്ങനെയുണ്ടോ ഒരു അഹങ്കാരം? ചേച്ചി ഉദ്ദേശിച്ചത് വക്കീൽ നോട്ടീസ് പ്രശ്നം നോക്കാത്ത വക്കീലിനെ കുറിച്ചായിരിക്കും. അതെ ചേച്ചി, കേസില്ല വക്കീലന്മാരാണ് സാധാരണ വക്കീൽ നോട്ടീസ് തയ്യാറാക്കുന്നത്. ഈ വക്കീലിലാണെങ്കിൽ ആനക്കെടുപ്പത് കേസാ. അതുകൊണ്ട് ദയവേത് അയാളെ അങ്ങ് വിട്ടേക്ക്. അതെ, കേസും വഴക്കൊക്കെ കളഞ്ഞിട്ട് ജഗന് വേണ്ടി ജാമ്യം കിട്ടാൻ പ്രാർത്ഥിക്കുക. മാനത്തെ കൊട്ടാ